എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇത് ഞങ്ങളുടെ ബീഹാറിൽ പെട്ടെന്ന് വെള്ളപ്പൊക്കമായതാണ്. വെള്ളപ്പൊക്കമായതെന്ന് പറഞ്ഞാൽ ഈ UP ഡൽഹി സൈഡിൽ ഉത്തരാഖണ്ഡിൽ നിന്ന് അവിടെ അങ്ങനെ ഡാം തുറന്നു നോക്കി. ഞങ്ങളുടെ സ്കൂളും പരിസരമൊക്കെയാണ് ഇവിടെ. നോക്കിക്കേ, ഇത് മൊത്തം നെല്ലാണ്. നെല്ലല്ല, ഇതിൻ്റെ അടിയിൽ നെല്ലെല്ലാം മൂടിപ്പോയി. ഇത് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ കയറിയതാണ്. അതുകൊണ്ടോ വീടുകളൊക്കെ ഉണ്ടോ? ഇത് ഞാൻ ടെറസിൽ നിൽക്കുന്ന ഇതുണ്ടോ വെള്ളപ്പൊക്കം. നോക്കി എങ്ങനെയാണ് അവസ്ഥ ആലോചിക്കുക. റോഡ് ഞാൻ കാണിച്ചില്ല. ഇവിടെ ചില റോഡ് പൊന്തിക്കിടപ്പുണ്ട്. ഇപ്പുറത്തെ റോഡ് ഇതുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെയൊക്കെ ഏകദേശം വെള്ളം കയറി. ആൾക്കാർ 2 വീലൊക്കെയാണ് പോകുന്നത്. ഇത് റോഡാണ്. ആ വണ്ടി കിടക്കുന്നുണ്ട്, അത് റോഡാണ്. റോഡ് മൊത്തം മൂടിപ്പോയി. ഉണ്ടോ? ഇവിടെ ഇച്ചിരി റോഡ് മാത്രം പൊന്തിക്കിടപ്പുണ്ട്. ആ വണ്ടി കിടക്കുന്നത്. ബാക്കി എല്ലാ റോഡുകളും അങ്ങോട്ടൊക്കെ നോക്കി വീടുകളെല്ലാം വെള്ളത്തിലാണ്. വീടൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ പുറത്തേക്ക് ഒക്കെ നോക്കി ഭയങ്കരമായിട്ട് വെള്ളമായില്ലേ. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ നോക്കി അങ്ങനെയൊക്കെ മൊത്തം വെള്ളമാണ്. വീടുകളെല്ലാം മൂടി. അങ്ങോട്ടെല്ലാം ഉണ്ടാവും. വലിയ കമ്പനികളെല്ലാം വെള്ളത്തിൽ മൂടിക്കിടക്കുക. ഇപ്പോൾ റോഡ് മൊത്തം ബ്ലോക്കായി. ഇവിടെ 4 ലൈനിൽ നിന്ന് ഇറങ്ങുന്ന റോഡുകൾ ഇതുണ്ട്. ഈ വണ്ടി കിടക്കുന്ന റോഡാണ്. ഇതിലൂടെ ആൾക്കാർ വണ്ടി പോകുന്ന റോഡുകളാണ്. പക്ഷെ അതെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയി. 1.5 അടി 2 അടി ഹൈറ്റിൽ വെള്ളമാണ് റോഡിൽ. അങ്ങൊക്കെ കണ്ടോ എന്താ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ബീഹാറിൻ്റെ കഷ്ടം തന്നെ. ഈ സർക്കാരൊന്നും ഇതിനൊരു ആക്ഷൻ എടുക്കുന്നില്ല. ഇതാണ് പ്രശ്നം. ഈ വെള്ളം ഗംഗാനദിയിൽ നിന്ന് ഇങ്ങോട്ട് ഓവർഫ്ലോ ചെയ്യുന്നത്. ഇവിടെ നോക്കണ കണ്ടത്തില്ല. അതൊക്കെ കണ്ടങ്ങളായിരുന്നു. മൊത്തം കണ്ടങ്ങളായിരുന്നു. ഇതിപ്പോൾ റോഡിലേക്ക് ഇപ്പോൾ വെള്ളം കയറുന്നുണ്ട്. ഈ റോഡ് ഒരു അര അടിയും കൂടെ വെള്ളം കയറി കഴിഞ്ഞാൽ ആയി. റോഡ് മൊത്തം വെള്ളം കയറിപ്പോവും. എന്തൊരവസ്ഥ ആലോചിച്ച് നോക്കിയോ. ഇത് കണ്ടോ നെല്ലൊക്കെയാണ് ഈ കാണുന്ന. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല. ഇതുണ്ട് ചെറുതായിട്ട് കാണുന്ന നെല്ലുകളാണ്. ഈ സൈഡിലൊക്കെ നോക്കണം. നെല്ല് ഇതാണ് നെല്ല് മൊത്തം മൂടിപ്പോയി. ഇന്നലെ രാവിലെ ഇവിടെ ഒന്നും വെള്ളമില്ലായിരുന്നു. ഇന്നലെ ഉച്ചയായപ്പോൾ ഒരു 2 മണിയായപ്പോൾ കുറേശ്ശെ വെള്ളം വരാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു 5 മണി ആയപ്പോഴത്തേക്ക് ഇത് മൊത്തം മൂടി. അവിടെയൊക്കെ നെല്ലുകൾ കണ്ട് ചെറുങ്ങനെ തല പൊന്തി കാണാം. ചെറുങ്ങനെ തല നോക്കി. അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ബീഹാറിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. വീടുകളൊന്നും ഒരു രക്ഷയില്ല. അങ്ങനൊക്കെ ഒത്തിരി വീടുകളുണ്ട്. അതെല്ലാം വെള്ളത്തിൽ മുങ്ങി കിടക്കുക. അങ്ങനത്തെ വീടുകളൊക്കെ നിങ്ങളുണ്ട് വെള്ളത്തിൽ മുങ്ങി കിടക്കുക. അവിടെ നിന്നൊക്കെ ആൾക്കാർ എങ്ങനെ വരും? ഇതങ്ങൊരു വെള്ള ബിൽഡിംഗ് കാണുന്നുണ്ട്. അതൊരു 4 ലൈനാണ്. അതിലേക്കൂടെ വണ്ടി പോകുന്നുണ്ട്. അത് 4 ലൈൻ. അതിലൂടെ വണ്ടി പോകുന്നതാണ്. കണ്ടോ? 4 ലൈനാണ്. വലിയ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ടോ? ഇങ്ങോട്ടൊന്നും ആൾക്കാർക്ക് ഇറങ്ങാനൊന്നും ഒരു വഴിയില്ല. ഞങ്ങളൊക്കെ 2 മേടിക്കാൻ പോയി. 2 വലിയ 2 മേടിച്ചിട്ട് 2 വീലർ നടക്കേണ്ടി വരും അങ്ങോട്ട്. വണ്ടികളൊന്നും പോകുന്നില്ല. സ്കൂളുകളെല്ലാം അടഞ്ഞ്. ഇത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടുന്ന് പട്നയ്ക്ക് ഒരു 10-12 കിലോമീറ്റർ ഉണ്ട്. അവിടെ എല്ലാം വെള്ളത്തിൽ മൂടി കിടക്കുമെന്ന് പറഞ്ഞു. ഇതിങ്ങനെ ഗംഗാനദിയിലെ വെള്ളം ഓവർഫ്ലോ ചെയ്ത് മൊത്തം നിറയും. എന്നാ സ്പീഡിലാണ് വെള്ളം വരുന്നത്. വലിയ മീനുകൾ, പാമ്പുകൾ എല്ലാം ഇതിൻ്റെ അകത്ത് വന്നേക്കുവാ. ഇത് നോക്ക്. നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തീരുമാനമാക്കും. ഇവിടത്തേക്ക് അവസ്ഥ നോക്കി. ബീഹാറിൽ ഇവിടെ നേതാക്കന്മാരൊന്നും ഒരു കറക്റ്റ് തീരുമാനങ്ങൾ എടുക്കുന്നില്ല. ഇതാണ് പ്രശ്നം. ഇനിയുണ്ട് കുറേ സ്ഥലങ്ങൾ. റോഡൊക്കെ ഞാൻ കാണിച്ചത്. റോഡിൽ കൂടെ ഒന്നും നടക്കാൻ പറ്റത്തില്ല. ഇത് കുറച്ചുകൂടെ അപ്പുറത്തേക്കൊന്നും റോഡിൽ കൂടെ ഒന്നും നടക്കാൻ പറ്റത്തില്ല. എക്സ്ട്രാ തുണികളും കൊണ്ട് പോകണം. നമ്മൾ എക്സ്ട്രാ തുണിയും കൈ പിടിച്ചുകൊണ്ട് പോകണം. എന്നാൽ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പറ്റത്തില്ല. ഇതാണ് പശുക്കൾ ഒന്നുമില്ല. എല്ലാ കൃഷികളും മൊത്തം വെള്ളത്തിൽ മുങ്ങിപ്പോയി.